പരിശുദ്ധമായ റമദാനിലെ 29ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകളെല്ലാം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭിവാജ്യ ഘടകമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തുൽ ഫിത്രി തുഹ്റത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് വതുഅമത്തൽ ലിൽ മസാകീൻ. സാധുക്കളുടെ ഭക്ഷണവും നോമ്പിൽ വിശ്വാസികൾക്ക് വന്നതാകുന്ന സർവ്വ പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതിനെ പരിപൂർണമായി സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സൗമുൽ അബ്ദി മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ നോമ്പ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ നോമ്പിന്റെ കബൂലിയത്ത് അഥവാ അതിന്റെ സ്വീകാര്യത ഉണ്ടാകുന്നത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെയാണ്. ഒമൻ അദ്ദാ സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് ആരെങ്കിലും നൽകി കഴിഞ്ഞാൽ ജഅലല്ലാഹു ലഹു ജനാഹൈനി അഖ്ലറൈനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് 2 പച്ച ചിറകുകൾ അല്ലാഹു നൽകും. ആ ചിറക് വെച്ചുകൊണ്ട് ആകാശത്ത് ലോകത്തേക്ക് അത് പറക്കും. അള്ളാഹുവിന്റെ അർശിനടുക്കലുള്ളതാകുന്ന വിളക്കിൽ ഖിന്ദീലിൽ ചെന്നുകൊണ്ട് അത് നിലകൊള്ളുകയും ആ വിളക്ക് അത് പ്രകാശിക്കാൻ കാരണമായി തീരുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ ഫിത്ർ സക്കാത്ത് വളരെയേറെ മർമ്മപ്രധാനമാണ്. ഒരു മുസ്ലിം അവൻ ഇതുവരെ അനുഷ്ഠിച്ചതാകുന്ന നോമ്പുകൾ പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതിന് നിദാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഷാഫി മദ്ഹബ് പ്രകാരം 3 കിലോ അരി, ഏറ്റവും സൂക്ഷ്മത പ്രകാരമാണ് ഈ പറയുന്നത്, 3 കിലോ അരി അർഹതപ്പെട്ട സക്കാത്തിന് അർഹതപ്പെട്ടതാകുന്ന പാവങ്ങൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രഭാതം മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയുള്ള സമയമാണ് ഷാഫി മദ്ഹബ് പ്രകാരം. തലേന്ന് പിറ കണ്ടത് മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം, റമദാൻ 1 മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ റമദാൻ 1 മുതൽ കൊടുക്കുമ്പോൾ പെരുന്നാളിന്റെ സുദിനത്തിൽ വാങ്ങിയ വ്യക്തി അത് വാങ്ങാൻ അർഹനും കൊടുത്ത വ്യക്തി അത് കൊടുക്കാൻ അർഹനുമായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും താൻ ചെലവഴിക്കുന്നതാകുന്ന ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ചെലവുകൾ കഴിച്ച് മിച്ചമുള്ള വ്യക്തിയാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി കാണാം, 10 നേട്ടങ്ങളാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ നേട്ടം, യുതഹിറു ജസദഹു മിനദ്ദുനൂബ്. സർവ്വവിധ പാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും, അവനെ പരിശുദ്ധിപ്പെടുത്തുമെന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത്, യഅ്തിഖു മിനന്നാർ. നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ മോചനം അല്ലാഹു അവന് നൽകുന്നതാണ്. മൂന്നാമത്തത്, യസീറു സൗമഹു മഖ്ബൂലൻ. അവന്റെ നോമ്പ് പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതാണ്. നാലാമത്തത്, തൂജിബുൽ ജന്നത. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർബന്ധമാക്കുന്നതാണ്. അഞ്ചാമത്തത്, ഖബറിൽ നിന്ന് പരിപൂർണമായ നിർഭയത്വത്തോടുകൂടി മഹ്ശറയിലേക്ക് അവൻ എഴുന്നേൽക്കുന്നതാണ്. ആറാമത്തേത്, ആ വർഷം മുഴുവനും അവൻ ചെയ്ത സർവ്വ അമലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഏഴാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ ശഫാഅത്തിന് ശുപാർശയ്ക്ക് അവൻ തീർച്ചയായും അനുഗ്രഹീതനാകുന്നതാണ്, ശുപാർശ അവന് പരിപൂർണമായി ലഭിക്കുന്നതാണ്. എട്ടാമത്തെ നേട്ടം, തീർച്ചയായും സിറാത്ത് പാലം അതിവേഗത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കാൻ അവന് സാധിക്കുന്നതാണ്. ഒമ്പതാമത്തത്, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ അവന്റെ നന്മ ഭാരമുള്ളതാകുന്നതാണ്, നന്മയുടെ ത്രാസ് ഭാരമുള്ളതാകുന്നതാണ്. പത്താമത്തത്, പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിനെ മായ്ക്കുന്നതാണ്. ആകയാൽ പരിശുദ്ധമാക്കപ്പെട്ട സക്കാത്തുൽ ഫിത്ർ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാൾ പോലും അതിൽ അശ്രദ്ധ വെക്കാതെ സസൂക്ഷ്മം ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ ശരീരത്തിന് നിർബന്ധമാക്കപ്പെട്ട സക്കാത്ത് കൊടുത്ത കിട്ടിയ സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
ഖുർആൻ ആ വിശുദ്ധമായ കലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാകുന്ന, നമ്മളിലേക്ക് നൽകിയതാകുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ. നമ്മൾ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 27-ലാണ് അല്ലേ? അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ റമദാൻ 21-ാം രാവാണ്. അങ്ങനെയെങ്കിൽ ലൈലത്തുൽ ഖദർ നമ്മളിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ചില മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കിബാറും മിന സ്വഹാബ, വലിയ സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു, റമദാൻ 27-ാം രാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. മാഷാ അല്ലാഹ്. അത് വെച്ചിട്ടാണ് നമ്മൾ 27-ാം രാവിലെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ആ രാത്രിയിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചെലുത്തും. നേരം വെളുക്കുന്നത് വരെ ആ രാത്രി ഒന്ന് ഉറക്കമൊളിച്ച് ഇബാദത്തെടുത്താൽ തീർച്ചയായും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പടച്ചറബിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് രാത്രിയിൽ അന്നത്തെ രാത്രിയിൽ ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊണ്ടാൽ, നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ മുൻപാപങ്ങളെല്ലാം ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന രാവാണിത്. നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ അടുത്തായ തോതുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാൻ. ആർക്കാണിത് പറഞ്ഞു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് സ്വഹാബത്തിന്? ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന വലിയൊരു വിലായത്ത് എത്തിച്ചതാകുന്ന മഹാനുഭാവൻ്റെതാകുന്ന ചരിത്രം കേട്ടുകൊണ്ട് കരഞ്ഞ സ്വഹാബത്തിന്. എന്തിനാ അവർ കരഞ്ഞത്? 1000 മാസങ്ങളോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ സൗഭാഗ്യം ലഭിച്ചല്ലോ അദ്ദേഹത്തിന്. ആ ഒരു അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ എന്നോർത്തിട്ട് കരയുകയാണവർ. കാരണം എന്താണ്? അത്രത്തോളം ആയുസ് ഞങ്ങൾക്കില്ലല്ലോ എന്നോർക്കാൻ. ഞങ്ങൾക്ക് അത്രത്തോളം ആയുസ് കിട്ടുമോ പടച്ചറബ്ബേ എന്നോർത്തിട്ട് കരയാൻ. 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് റസൂലുള്ള പറഞ്ഞു. 83 വർഷവും 4 മാസമാണ് 1000 മാസം എന്ന് പറയുന്നത്. അപ്പോൾ 1000 മാസം അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ യുദ്ധം നടത്താൻ അവസരം ലഭിച്ചു. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് കിട്ടുമോ എന്നോർത്തിട്ട് കരയുകയാണ്. അവർക്ക് മുമ്പിൽ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, ഖുർആൻ ഓതിയിട്ട്, ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത, ഒന്ന്, 1000 മാസങ്ങളെക്കാൾ ഇബാദത്തെടുക്കുന്നതിൻ്റെ നേട്ടമാണ്. 1000 മാസം ഇബാദത്തെടുക്കുന്നതെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത്? ശ്രദ്ധിക്കണേ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത്? ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ഷഹ്റിൻ. അങ്ങനെയാണ് പറയേണ്ടത്. എന്ത് പറയേണ്ടതില്ല? മിൻ പറയേണ്ടതില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറു അൽഫി ഷഹ്റിൻ, 1000 മാസം ശ്രേഷ്ഠതയുള്ളതാണ്. ശംഊനുൽ ഗാസിക്ക് കൊടുത്തതുപോലെയുള്ളതാകുന്ന ഒരു രാത്രിയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അല്ല അള്ളാഹു പറഞ്ഞത്. അദ്ദേഹം 1000 മാസം തുടർച്ചയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. ഇതൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ. എന്താണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഇതിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്കത് മനസ്സിലാകും. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത. അപ്പോൾ എത്രയാണത്? 1000 മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ 5000 ആണോ? ഉറപ്പിക്കാൻ പറ്റൂല. 10000 ആണോ? ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. 1,00,000 ആണോ? ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. 10 ലക്ഷമാണോ? പറയാൻ പറ്റൂല. 1 കോടിയാണോ? അല്ലാഹു അഅലം. അതിൻ്റെ അർത്ഥം അതാണ്. പടച്ചവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന പവിത്രമായ രാവെന്ന് വിശുദ്ധമായ ഖുർആൻ.
1000 മാസം ഇബാദത്തെടുത്താൽ കിട്ടുന്നതാകുന്ന കൂലി നിങ്ങൾക്ക് ഈ ഒറ്റ രാത്രിയിൽ ഇബാദത്തെടുത്താൽ കിട്ടുമെന്നല്ല പറഞ്ഞത്. 1000 മാസങ്ങളെക്കാൾ കൂടുതൽ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറയാണ്, അദ്ദേഹം എനിക്കൊരു 1000 രൂപയേക്കാൾ കൂടുതൽ തരാനുണ്ട് എന്ന് ഞാൻ ഒരാളെ ചൂണ്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ എത്ര പറയാം നിങ്ങൾക്ക്? 5000 പറയാം, 10000 പറയാം, 1 ലക്ഷം പറയാം, 10 ലക്ഷം പറയാം. കാരണം 1000 രൂപയേക്കാൾ കൂടുതലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നതുപോലെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ്. അഥവാ 1000 മാസങ്ങൾ ഇബാദത്തെടുക്കുന്നതിനേക്കാൾ പവിത്രതയുള്ളതാകുന്ന രാവാണ്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ രാത്രിയിൽ ഇബാദത്തെടുക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന വലിയ യോദ്ധാവായ അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാനുഭാവനാകുന്ന ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം 1000 മാസത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിന്റെ താടിയൊല്ലുകൊണ്ട് ധർമ്മസമം നടത്തി വിജയിച്ചതാകുന്ന വിജയശ്രീലാണിതനാകുന്ന ബഹുമാനപ്പെട്ടവർക്ക് നൽകുന്ന കൂലിയേക്കാൾ നിങ്ങൾക്ക് ഒരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒറ്റ രാത്രി നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ രാത്രി ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫി അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിൽ അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ശദ്ദം ഇസറഹു, പ്രവാചകർ തൻ്റെ മുണ്ട് ഒന്നുകൂടി അരക്കിട്ട് നല്ലതുപോലെ അരയിലേക്കൊന്ന് ഉറപ്പിക്കും. എന്തിനാണത്? തഹയ്യുവിന് വേണ്ടിയാണ്. അവസാനത്തെ 10 എന്തുള്ളത്? ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. അത് എനിക്ക് വിട്ടുപോകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ഒന്ന് ഒരുങ്ങി തയ്യാറാവുകയാണ്. വയഅ്തസിലു നിസാഅഹു, തൻ്റെ ഭാര്യമാരെ ആ 10 ദിവസം പരിപൂർണമായി കുടുംബത്തെ ഒഴിവാക്കും. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അടുക്കലേക്ക് പോവില്ല, പിന്നെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. ഇത് അവസാനത്തെ 10 പരിപൂർണമായി. ആ 20 വരെ അപ്പം അതിനർത്ഥം എന്താ? കുടുംബത്തോടൊപ്പം ഉണ്ട്. അവസാനത്തെ വർഷം മുത്തുനബി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാനത്തെ വർഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം തുടർച്ചയായി 11 to 30 വരെ തുടർച്ചയായിട്ട്, അഥവാ റമദാൻ 11 മുതൽ 30 വരെ പൂർത്തിയായി ഇഅ്തികാഫിരുന്നു. നബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ആ വർഷം. അതൊഴിച്ച് ബാക്കിയുള്ളതിന് മുമ്പുള്ള എല്ലാ വർഷങ്ങളും 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജുമാഅത്ത് പള്ളിയാണോ ചെറിയ തൈക്കാവാണോ നമുക്ക് ഇഅ്തികാഫിരിക്കാൻ ഏറ്റവും ആഭിമുഖ്യം? ശാഫി മദ്ഹബിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ജുമാഅത്ത് പള്ളി തന്നെയാണ്. അതാണ് കൂടുതൽ കൂലി. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇഅ്തികാഫിരിക്കണം പുരുഷന്മാർ, ഇഅ്തികാഫിരിക്കണം, പരിപൂർണമായി ഇഅ്തികാഫിരിക്കണം. അവസാനത്തെ 10 കഴിയുന്നതിൻ്റെ പരമാവധി അത് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ആ സമയത്ത് തഅല്ലുമ് തഅലീമെല്ലാം മാറ്റിവെച്ച് വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി തന്നെ നിലകൊള്ളും. സുബഹി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും, ഖുർആൻ ഖത്മ് തീർക്കും. വൈകുന്നേരം മഗ്രിബ് ആകുമ്പോൾ ഒരു ഖത്മ് പൂർത്തീകരിക്കും. റമദാനിൽ മഗ്രിബ് കഴിഞ്ഞ് അടുത്തത് തുടങ്ങി വെക്കും. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ 2ാമത്തെ ഖത്മ് പൂർത്തീകരിക്കപ്പെടും. ഒരു ദിവസം 2 ഖത്മ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ ഇമാമുൻ തദൈവ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ ഇതേ രീതിയാണ്. റമളാനിൽ 2 ഖത്തം ഡെയിലി, റമളാൻ അല്ലാത്തപ്പോൾ 1 ഖത്തം ദിവസമാണ് ഈ പറയുന്നത്. നമ്മളൊരു മാസം തീരാറായി, ഇതുവരെ ഒരു ഖത്മ് പൂർത്തീകരിക്കാത്ത ആളുകൾ, ഇതുവരെ ഖുർആനൊന്നും തുറക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നഊദു ബില്ലാ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? റമളാൻ കൊണ്ട് നമ്മളെങ്ങനെ വിജയിച്ചവരാകും? റമളാൻ കൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും? റമളാനിന്റെ പൊരുത്തം നമുക്കെങ്ങനെ ലഭിക്കും? നാളെ നമുക്കെതിരായി റമളാൻ സാക്ഷിപത്രമാകില്ലേ? തീർച്ചയാണ്. കാരണം വിശുദ്ധമായ റമളാനിന് അല്ലാഹു മഹത്വം നൽകിയത് തന്നെ ഈ വിശുദ്ധമായ ഖുർആൻ അവതീർണമായതുകൊണ്ടാണ്. മുമ്പും നോമ്പുണ്ടായിരുന്നു, റമളാനുണ്ട്. അതല്ലേ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ കാരണം എന്താ? മുമ്പുമുണ്ടായിരുന്നു വിശുദ്ധമായ നോമ്പ് റമളാൻ. പക്ഷേ ഈ റമളാനിലുള്ള പ്രത്യേകത, നമുക്കെന്താ പ്രത്യേകത?
വിശുദ്ധമായ ഖുർആൻ അവതീർണമായിരിക്കുന്നു. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവകാന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ, അതാണ് ഏറ്റവും കൂടുതൽ മഹത്വം. ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതാകുന്ന രാവുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞിരിക്കുന്ന രാവാണ് വിശുദ്ധമായ 27-ാം രാവ്. മാത്രമല്ല, ഇമാം ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വെള്ളിയാഴ്ച രാവ് കൂടി ചേർന്ന് വന്നാൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്ന് കൂടുതലായി പ്രതീക്ഷിക്കണേ. കാരണം എല്ലാ വെള്ളിയാഴ്ച രാവിനും എന്തുണ്ട്? ഇജാബത്തുണ്ട്. 5 രാവുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാണ് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാവ്. വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ്. പിന്നൊന്ന് ലൈലത്ത് ഈദുൽ ഫിത്രി വലൈലത്ത് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവ്, ചെറിയ പെരുന്നാൾ രാവ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നറിയോ? ചെറിയ പെരുന്നാൾ വരികയാണ്, രാത്രിയിൽ നല്ല പോത്ത് കിട്ടുന്ന എവിടെയാന്ന് ഓർത്ത് മാരാരിത്തോട്ടത്ത് കിടന്ന് കറങ്ങണ്ട. അതിനാ നേരത്തെ പറയുന്നത്. ലൈലത്ത് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ രാവ്, ദുആഇന് ഇജാബത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ, എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന 5 രാവ്. ദുആഉൻ എന്ന് നെക്കറയായി പറഞ്ഞത് അവിടെ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്ത് ചോദിച്ചാലും, ഇന്നതെന്നില്ല, എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന 5 രാവ്. ഒന്ന് നമുക്ക് കഴിഞ്ഞുപോയി, ഒന്നല്ല 2 എണ്ണം. ഏത്? റജബിൻ്റെ ആദ്യത്തെ രാവും കഴിഞ്ഞുപോയി, ശഅബാനിൻ്റെ 15-ാം രാവും കഴിഞ്ഞുപോയി. നമുക്ക് മുമ്പിലുള്ളതാകുന്ന ഇനിയുള്ള 3 രാവുകളുണ്ട്. അതിൽ ഒന്നാണ് ലൈലത്ത് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ രാവ്. വലൈലത്ത് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ രാവ്. അധിക ആളുകൾ റമദാൻ മുഴുവനും ഹയാത്താക്കും, പെരുന്നാളിൻ്റെ രാവ് കൊണ്ട് കളയും. ആ രാവ് ദുആ ചെയ്താൽ ഇജാബത്താൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇമാം ഗസാലി തങ്ങൾ ഇത് തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ 15 രാവുകൾ പറയുന്ന കൂട്ടത്തിൽ ഇതും എണ്ണിയിട്ടുണ്ട്. 15 രാവുകളെയാണ് അദ്ദേഹം ഒരു മനുഷ്യൻ വർഷത്തിൽ ഹയാത്താക്കണമെന്ന് എണ്ണിയിട്ടുള്ളത്. അതിൽ ഗസാലി ഇമാം ഈ 5 രാവും എണ്ണിയിട്ടുണ്ട്. ഒന്ന് ലാസ്റ്റത്തത് ലൈലത്ത് ജുമുഅ, വെള്ളിയാഴ്ച രാവ്. റജബ്, ശഅബാൻ 15-ാം രാവ്, ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്, വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ നമ്മൾ വെള്ളിയാഴ്ച രാവിന് നമ്മുടെ കുടുംബങ്ങളിൽ മാഹാത്മ്യം കൽപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കലില്ലെങ്കിലും അന്നത്തെ ദിവസം പ്രത്യേകമായി ദിക്ർ ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും നമ്മുടെ ഈ അൻവാറിൽ നടന്നു വരുന്നതാകുന്ന സ്വലാത്തിൻ്റെ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവാണ് നടന്നു വരുന്നത്. ഇജാബത്തുള്ള ദിവസമാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആര് പറഞ്ഞതായത്? ഹബീബായ റസൂലുള്ളാഹി. ഞാൻ വേറൊന്നുകൂടെ പറയുന്നില്ല, ആയത്തും ഹദീസും ഓതിയല്ലാതെ വേറൊന്നുകൂടെ പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ. വെള്ളിയാഴ്ച രാവാണത്. അതുകൊണ്ട് ആ സദസ്സിലൊക്കെ മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ വാർഷികം കൂടിയാണ്, ആ സ്വലാത്തിൻ്റെ വാർഷികം കൂടിയാണ് ഈ സദസ്സ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൽ പങ്കെടുത്തവർക്കും ഇനി പങ്കെടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്നവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിൽക്കട്ടെ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം അമൽ ചെയ്താൽ കിട്ടുന്ന കൂലി എന്ന് ഇനി ആരും അർത്ഥം വെക്കരുത്. എന്താണ് അവിടെ അർത്ഥം? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതെത്രയാണെന്ന് ആർക്കും അറിയില്ല, അല്ലാഹു അഅലം. അതാണ് പ്രബലമായ അർത്ഥം. തീർന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ആ രാത്രിയുടെ രണ്ടാമത്തെ അടുത്തൊരു പ്രത്യേകത ഇതാ പറയുന്നു, കേട്ടോ. വേഗം നിർത്തും കേട്ടോ, നമുക്കിവിടെ ദുആയിലേക്കുള്ളതാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ രാത്രിയിലാണ് മറ്റൊരു പ്രത്യേകതയായി വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് മലായികത്തുകൾ പ്രത്യേകമായി ഇറങ്ങുന്നതായ രാവാണ്. പവിത്രമാക്കപ്പെട്ടതാകുന്ന ചില മലക്കുകൾ അന്നത്തതാകുന്ന രാവിൽ ഖാസായി അല്ലാഹു ആകാശലോകത്ത് നിറക്കുമേ, സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് ഇറക്കുമേ. മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമും കടന്നു വരുന്ന രാവാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താ ഇവിടെ പറഞ്ഞത്? മലക്കുകൾ ഇറങ്ങും. അപ്പം മലക്കുകൾ ഇറങ്ങാന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. കാരണം മലക്ക് ഡെയിലി ഇവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരാൾ ഇൽമിൻ്റെ സദസ്സിൽ അവിടെ നിന്നുണ്ടാവും, മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഒരു മുത്തഅല്ലിം ഇൽമു പഠിക്കുമ്പോൾ അവന് ആരുടെ ചിറക് വിരിച്ചു കൊടുക്കും? ആരുടെ? മലക്കിൻ്റെ ചിറക് കീഴിലായിരിക്കും നിലകൊള്ളുക. ഇതൊക്കെ ഹദീസാൻ, ആർക്കും തള്ളിപ്പെടാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ്, ശ്രേഷ്ഠമായ ഹദീസുകളാണ്.
അപ്പോൾ മലക്കുകൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലും പകൽ ഇവിടെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെന്തിനാ ഈ ലൈലത്തുൽ ഖദ്റിൽ മലക്കിറങ്ങുന്നത് എന്ന് പറഞ്ഞത്? ഇത് സാദാ സീതാ മലക്കല്ല, സ്ഥിരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലക്കുകളല്ല ഈ ഇറങ്ങുമെന്ന് പറഞ്ഞത്. ഇത് സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് പ്രത്യേകമായി ചില മലക്കുകളെ അള്ളാഹു ലൈലത്തുൽ ഖദ്റിൽ മാത്രമായി ഇറക്കും. അവരതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല, അതിന് ശേഷവും ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ചില മലക്കുകൾ. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? തനസ്സലുൽ മലായികത്തു എന്ന മലക്കുകളുടെ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറഞ്ഞത് അതുകൊണ്ടാണ്. വേറെയും ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ വരുമെന്ന് പറഞ്ഞ ആയത്ത് വേറെയുണ്ട്. ഇതാ ഒരായത്ത് സൂറത്തുൻ നബഇന്റെ അവസാന ഭാഗം ഒന്ന് ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസൻ ഹദായിഖ വഅഅനാബ വകവാഇബ അത്റാബൻ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. അവിടെ എന്താ പറഞ്ഞത്? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. നാളെ മഹ്ശറയിൽ മറ്റു മലക്കുകൾ കാണുന്ന ദിവസം ഏത് ദിവസം? പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. അവരാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അവരുടെയും ക്യാപ്റ്റനാണ് ആര്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാവരുടെയും ക്യാപ്റ്റനാണ്. മാഫിസ് സമാഇ മലക്കുൻ ഇല്ലാ വയുഅ്തിൽ ജിബ്രീൽ ഷഫീഉനാ റസൂലുള്ളാഹി. ആകാശലോകത്തൊരൊറ്റ മലക്കില്ല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് വഴിപ്പെടാത്തതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മലക്കും വഴിപ്പെടും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അവർ വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ആളാര്? സാധാരണക്കാരനാണോ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ അമ്പിയാക്കളല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകാറില്ല. ആരെങ്കിലും പോവോ? വഹി എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ലേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങാണ്. സാദാ സീതാ ജനങ്ങളിലേക്ക്, നമ്മളിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങാൻ. ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ വ്യക്തിയല്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും കൂടി ഇറങ്ങുകയാണ്. ആ മലക്കുകളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടില്ല. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് പ്രത്യേകമായി ലൈലത്തുൽ ഖദ്റിൽ മാത്രമായി ഇറങ്ങുന്നതായ ഖാസായ പ്രത്യേകമായ മലക്കുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഭൂമിയിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ സർവ്വർക്കും ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ തറാവീഹ് നിസ്കരിക്കുന്ന, വിത്ർ നിസ്കരിക്കുന്ന, തസ്ബീഹ് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചെല്ലുന്ന, സലാത്ത് ചെല്ലുന്ന, ഇസ്തിഗ്ഫാർ ചെല്ലുന്ന, പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും പ്രത്യേകമായി കാരുണ്യം ചൊരിയുകയാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെയും ഓരോ മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും വീടുകളിൽ വന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവർക്ക് സലാം പറയും മലക്കുകളെന്ന് വിശുദ്ധമായ ഖുർആൻ. നാം അറിയാതെ നമ്മുടെ കൈവശം വന്നുകൊണ്ട് അവർ പിടിക്കുന്നുണ്ട്. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ലൈലത്തുൽ ഖദ്റിൽ ദുആ ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അടുക്കലേക്ക് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുകയാണ്. മലക്കുകൾക്ക് പോലും അസാധാരണമാകുന്ന മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുന്തഹിൽ നിറക്കുന്നത്. ആ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമുമായി കടന്നു വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സലാം പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് രക്ഷാകവചനം ചൊല്ലുന്ന വീടായി മാറിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? അവർ വന്ന് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 3 ആളുകൾക്ക് സലാം പറയൂല, 3 ആളുകൾക്ക് സലാം പറയൂല. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരുപാട് എണ്ണം മഹത്തുക്കൾ വിവിധങ്ങളാകുന്ന ഇമാമിങ്ങൾ പറയുന്നുണ്ട്, 18 വരെ പറഞ്ഞിട്ടുണ്ട്. 3 ആളുകളെ ഹദീസിൽ വന്നത് ഞാൻ എടുത്തു പറയാൻ.
3 ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത്രയേറെ പവിത്രമായ രാവ് 1000 മാസങ്ങളെക്കാളെന്ന് കരുതി ചിലരിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക 83 വർഷവും 4 മാസവും ചെയ്ത ഇബാദത്താണ് ഇന്നത്തെ രാത്രി കിട്ടുന്നത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ്, അതിനേക്കാൾ എത്രയാണെന്ന് കണക്കില്ല. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എത്ര അമൽ ചെയ്താലാണ് എത്രയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ഇഖ്ലാസിന്റെ വർണ്ണലിപ്പനുസരിച്ച് അള്ളാഹു കോടിക്കണക്കിന് രേഖപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും മുറുകെ പിടിക്കണം. അതിനാണ് ഈമാനം വഹ്തിസാബ് എന്ന് പറഞ്ഞത്. കൂലി പ്രതീക്ഷിച്ച് വിശ്വസിച്ച് തന്നെ നമ്മൾ നിലകൊള്ളണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ മലക്കുകൾ മുഖേന സലാം പറയൂല. മലക്കുകൾ വന്നുകൊണ്ട് സലാം പറയാത്ത 3 വിഭാഗങ്ങളിൽ ഒന്നാമത്തത് മുദ്മിനുൽ ഖംറ, കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ? എത്ര ആളുകളെയാണ് എക്സൈസിന്റെ വിഭാഗം പിടിക്കപ്പെടുന്നത്? എത്ര ആളുകളെയാണ് പിടിക്കപ്പെട്ടത്? ഈ വിശുദ്ധമായ റമദാനിൽ പോലും കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നതായ യുവതികളില്ലേ, ചെറുപ്പക്കാരില്ലേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, മുദ്മിനുൽ ഖംറ എന്ന വ്യക്തിയെ, കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി, എപ്പോഴും കള്ളുകുടിക്കുന്നവരും ശ്രദ്ധിക്കണേ, എപ്പോഴെങ്കിലും കള്ളു കുടിക്കുന്നവരും ശ്രദ്ധിക്കണേ. 2 കൂട്ടരും ശ്രദ്ധിക്കണം. എപ്പോഴും കള്ളു കുടിക്കുന്നവർ ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും കള്ളു കുടിച്ചവരും ശ്രദ്ധിക്കണം. 2 കൂട്ടരും തൗബ ചെയ്യണം. തൗബ ചെയ്യാതെ ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നല്ല പൊതി കിട്ടും ബിരിയാണിയുടെ, റാഹത്തായിട്ട് അത് കഴിച്ചിട്ട് പോവാം. അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കരുതി ചിലർ സുബഹി നിസ്കരിക്കാതിരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം രാവിലെ. കാരണം ഇത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിന്റെ പാതിരാത്രി സമയം ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതാകുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ എത്രയോ ചെറുപ്പക്കാരാണ് ബൈക്ക് എടുത്തുകൊണ്ട്, എത്രയോ ചെറുപ്പക്കാരാണ് കറങ്ങി നടക്കുന്നത്. ഔലിയാക്കളുടെ മസാറുകൾ സിയാറത്ത് ചെയ്യാനെന്നുള്ള വ്യാജേന രാത്രിയെ മുഴുവനും മലീമസമാക്കുകയാണ്. കരുനാഗപ്പള്ളി ശൈഖന്മാരുടെ മുറ്റത്ത് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത്, ആ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നു കൊണ്ട് സിയാറത്ത് ചെയ്തിട്ട് നിലകൊള്ളുന്നവരെ, അവിടെ ഇരുന്ന് ഇഅ്തികാഫിലായി നിലകൊള്ളണേ. കറങ്ങി നടക്കല്ലേ ചെറുപ്പക്കാരെ, കറങ്ങി നടക്കല്ലേ. സിയാറത്ത് എന്ന പേരിൽ കൊല്ലൂർ വിളയിലേക്കും, സിയാറത്ത് എന്ന പേരിൽ കടുവാ പള്ളിയിലേക്കും, സിയാറത്ത് എന്ന പേരിൽ ഭീമാ പള്ളിയിലേക്കും ഒക്കെ കറങ്ങി നടക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ പവിത്രതയെ അപഹസിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത ആലിമീങ്ങൾ ഒരിക്കലും തന്നെ തുറന്നു പറയാതിരിക്കില്ല. പവിത്രമായ ലൈലത്തുൽ ഖദ്ർ നിനക്ക് ലഭിക്കണോ? അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങൾ ഇഅ്തികാഫിലായി നിലകൊള്ളണേ. കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നവരെ, ലൈലത്തുൽ ഖദ്ർ നിനക്ക് കിട്ടൂല. ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹാത്മ്യം നിനക്ക് പരിപൂർണമായി മേളിക്കാൻ പറ്റൂല. മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സലാം പറയൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. 2ാമത്തെ കൂട്ടരാരെന്നറിയുമോ? ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യരോട് നാം വസിയത്ത് നൽകിയതാണ്, അവരോടുള്ള കൽപ്പനയാണ്, അവരോടുള്ള നിർദ്ദേശമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തി വലുതാക്കിയത്. അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടല്ലേ. അവരെ പ്രായാധിക്യമെത്തുമ്പോൾ അവർ പറഞ്ഞാൽ
അനുസരിക്കാതിരിക്കരുതേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മൂന്ന് ആയത്തുകളോട് വല്ലാതെ കണക്ഷൻ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം അതിന്റെ അവസാനത്തോട് വലിയ കണക്ഷനാണ് കൂട്ടുകാരെ. ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അഖീമുസ്സലാ വആതുസ്സകാ. പരിശുദ്ധമായ ഖുർആനിലെ വചനമാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഫമൻ അഖാമസ്സലാത വലം യുതി സകാ. ആരൊരുവൻ 5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ സകാത്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 10.5 പവൻ ഒരു വർഷമായി നിക്ഷേപമായി അവന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോലും, അതിന്റെ മുകളിലേട്ടുള്ളതാകുന്ന സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ട് പോലും പാവപ്പെട്ടവർക്ക് അതിൽ നിന്ന് 2.5% സ്വർണത്തിന്റെ സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവരെ, 595 ഗ്രാം വെള്ളിയുടേതാകുന്ന മൂല്യം കറൻസി ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു വർഷം അത് പരിപൂർണമായി അവന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് പാവപ്പെട്ടവർക്ക് അതിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന് സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളില്ലയോ? വിശുദ്ധമായ റമദാനിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കേവലം ഒരു 10,000 രൂപയുടെ 10 രൂപയുടെ നോട്ടേപ്പിച്ചിട്ട് ഇതിൽ നിന്ന് 10 രൂപ വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന യാചകന്മാർക്ക് കൊടുത്തു, ഞാൻ എൻ്റെ സകാത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവസാനം 2.5 കിലോ അരി കൊണ്ട് ഫിത്ർ സകാത്തും കൊടുത്ത് കൈ കഴുകിയിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അവനവന്റെ സമ്പത്തിന്റെ കറൻസിയുടെ സകാത്ത് കൊടുക്കാതെ പാവപ്പെട്ടവൻ അവകാശം നൽകാതെ പിടിച്ചു വെക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരൊരുവൻ സകാത്ത് കൊടുക്കാതെ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ, ലം തുഖ്ബൽ സ്വലാത്തുഹു, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. സകാത്ത് കൊടുക്കാത്തവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. കാരണം ഖുർആനിൽ രണ്ടും ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്, അഖീമുസ്സലാ വആതുസ്സകാ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ എന്നാണ്. സകാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രം നിർവഹിച്ചുകൊണ്ട് നടക്കുന്നവരെ, അവന്റെ നിസ്കാരം കൂടി അല്ലാഹുക്ക് വേണ്ട എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. രണ്ടാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, 3 ആയത്തുകൾ അതിന്റെ തുടക്കവും അതിന്റെ അവസാനവും വലിയ ബന്ധമാണ്. രണ്ടാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടണേ, അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഫമൻ അതാഅല്ലാഹ വലം യുതിഇർ റസൂല. ആരവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടു, പക്ഷേ പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങളെയോ ആ പ്രവാചകന്റേതാകുന്ന ജീവിതചര്യകളെയോ മുറുകെ പിടിക്കാതെ പരിശുദ്ധ പ്രവാചകനെ അവഗണിച്ചുകൊണ്ട് നടക്കുന്നവരെ, ലം തുഖ്ബൽ ഇതാഅതുഹു ലില്ലാഹ്. അല്ലാഹുവിനോടുള്ള ഇതാഅത്തൂടി അല്ലാഹുക്ക് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ്, വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്തതാകുന്ന വിഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരെ, അവരെ തെറി വിളിക്കുന്നവരെ, അവരെ ശകാരിക്കുന്നവരെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ ശകറല്ലാഹ വലം യശ്കുർ ലിവാലിദൈഹി. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അനിഷ്കുറിലി വലിവാലിദൈ, എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ഗുണം ചെയ്യണേ, ശുക്ർ ചെയ്യണേ, നന്ദി പ്രകാശിപ്പിക്കണേ എന്ന് അല്ലാഹു പറയുകയാണ്. ഫമൻ ശകറല്ലാഹ വലം യശ്കുർ ലിവാലിദൈ. ആരൊരുവൻ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ട്, നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, പാപങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നിരാലംബർക്ക് അവലംബമാകുന്നുണ്ട്, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നുണ്ട്, അൻവാറിലെ പാവപ്പെട്ടതാകുന്ന മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ്, അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നവരാണ്. ഈ ദുനിയാവിൽ ഒരുപാട് ആത്മീയമാകുന്ന പ്രഭ പരത്താനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ്. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നു, നോമ്പുകൾ നോറ്റ് വീട്ടുന്നു, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നു, ഹജ്ജ് ചെയ്യുന്നു, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ
വലം യശ്കുർ ലിവാലിദൈ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നന്ദി പ്രകാശിപ്പിക്കാത്തവനാണ്. വാപ്പയും അമ്മയും വിളിച്ചാൽ, അത്തയും അമ്മയും വിളിച്ചാൽ അവരെ തിരിഞ്ഞു നോക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നതായ മനുഷ്യനാണ്. ഈ ദുനിയാവിൽ മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് നടന്നവനാണോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം തുഖ്ബൽ ശുക്റുഹു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള നന്ദി പ്രകാശനം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട കളിൽ പങ്കെടുക്കുന്നവരെ, നാളെ പടച്ച റബ്ബിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല, മൂന്നാമതായി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജുലാനി, രണ്ട് കൂട്ടരാണ്, രണ്ടുപേരും പരസ്പരം പിണങ്ങിക്കഴിയുന്ന കൂട്ടുകാരാണ്. ഈ ദുനിയാവിൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് നിലകൊണ്ടാൽ തന്നെ ലൈലത്തുൽ ഖദ്ർ കണ്ടുകിട്ടുകയില്ല, അഥവാ മലക്കുകളുടേതാകുന്ന പൊരുത്തം അവന് ലഭിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് നിന്റെ അയൽവാസിയാകാം, അത് നിന്റെ കൂട്ടുകാരനാകാം, അത് നിന്റെ നാട്ടുകാരനാകാം, അത് പള്ളിയിലെ മഹല്ലത്തിൽ നീ നിസ്കരിക്കാൻ പോയപ്പോഴുള്ള നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഏതെങ്കിലും ശണ്ടയാകാം. നീ തീർച്ചയായും ശ്രദ്ധിക്കണേ, ഒരാളെ പോലും വേദനിപ്പിക്കരുതേ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നിനക്ക് കിട്ടൂല. അതുകൊണ്ട് നിർബന്ധമായും മഗ്‌രിബിന് മുമ്പ് അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. അവരുമായിട്ടുള്ള സാമ്പത്തികമായുള്ള ഇടപാടാണെങ്കിൽ അത് തീർക്കൽ നിർബന്ധമാണ്. ഈ മൂന്ന് കൂട്ടർക്ക്, കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക്, സ്വന്തം സഹോദരങ്ങളുമായി പിണക്കത്തിൽ കഴിയുന്നതായ ആളുകൾക്ക്, സ്വന്തം സഹോദരിമാരുമായി ഇവരെ പിണങ്ങിക്കഴിയുന്നതായ ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിൽ മലായികത്തുകൾ സലാം ചൊല്ലൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദ്ർ എനിക്ക് കിട്ടണം എന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും തൻ്റെ കുടുംബങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് ബന്ധം പുതുക്കണം. ആരെങ്കിലുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 4-5 പേരേ ഉണ്ടാവുള്ളൂ. എല്ലാവരുമായിട്ടൊന്നും പിണക്കം കാണും. ശത്രുക്കളെ മുഴുവനും കിടിലം കൊള്ളിക്കുകയും 83 വർഷവും 4 മാസവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ശത്രുക്കളോട് അടരാടി ഒരൊട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് വിജയം വരിച്ചതാകുന്ന ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചതിനേക്കാൾ വലിയ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ രാത്രി നീ ഇബാദത്തെടുത്താൽ നിനക്ക് കിട്ടുമെങ്കിൽ മാഷാ അല്ലാഹ്, കിട്ടണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കുക. നീ ഒന്ന് കുറച്ച് താഴോട്ട് വരിൻ, അതിനൊന്ന് തയ്യാറാകി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെ ഒന്ന് കണ്ട് പൊരുത്തപ്പെടിക്കണം, നിർബന്ധമാണ്. വലിയ ദൂരമൊന്നും പോകാനില്ലല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും. ഏതെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ പിണക്കാട്, പള്ളിയിൽ വെച്ചുണ്ടായ ഒരു ഉടക്കാണ്, ബഹളാണ്, അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണം, നിർബന്ധമാണ്. കാരണം നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടണം, മലക്കിനുള്ള പൊരുത്തം കിട്ടണം, മാതാപിതാക്കൾ കണ്ട് പൊരുത്തപ്പെടിക്കണം. അവരൊന്ന് ഫോൺ വിളിച്ചിട്ട് ഉമ്മ സുഖല്ലേ എന്ന് പറയണം, അവരെ പോയി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ആ പ്രാർത്ഥന മതി നിൻ്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു ബക്കറ്റ് പിരിവ്, എല്ലാവരും ബക്കറ്റ് പിരിവാണ്, എല്ലാവരും നല്ലൊരു സ്വതക്ക നൽകി. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലാണ് നമ്മൾ നൽകുന്നത്, റമദാനിലാണ് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക. അത് തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവിനോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് കൊടുക്കുന്ന സ്വതക്ക നല്ല സ്വതക്കയാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് ചോദിച്ചു, അള്ളാഹുവേ ഉരീദു ഖുർബക, ഞാൻ നിന്നോട് വല്ലാതെ അടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുർബി, ഏറ്റവും കൂടുതൽ എന്നോട് അടുക്കുന്നത് ആരെന്നറിയുമോ? ലിമൻ ഇസ്തൈഖള ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഉറക്കമൊഴിച്ചവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുക. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, അള്ളാഹുവേ ആർക്കാണ് നീ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ലൈലത്തുൽ ഖദ്റിൽ കാരുണ്യം ചൊരിയുന്നത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിൽ പാവപ്പെട്ടവർ കണ്ണീരൊപ്പുന്നവരാരുണ്ടോ, സദക്ക കൊടുക്കുന്നവരാരുണ്ടോ, അവർക്കാണ് ഞാൻ തീർച്ചയായും ലിമൻ യർഹമിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്ക് കരുണ വാരി വിതറുന്നവർക്കാണ് തീർച്ചയായും ലൈലത്തുൽ ഖദ്റിൽ ഞാൻ കാരുണ്യം ചൊരിയുന്നത്. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവേ സിറാത്ത് പാലം വിട്ടെടുക്കാൻ എന്താണുള്ള മാർഗം?
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ, ലൈലത്തുൽ ഖദർ എന്ന് പവിത്രമാക്കപ്പെട്ടതാകുന്ന രാവിൽ സദക്ക കൊടുത്താൽ, എന്തെങ്കിലും ഒരു രൂപ സദക്ക കൊടുത്താൽ, ഇന്നത്തെ രാത്രിയിൽ അതാണ് അതിൻ്റെ മഹത്വം. അതാണ് നമ്മൾ 1 രൂപ കൊടുത്താൽ അത് ഇത്രയും കാലം ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠതയിൽ നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ രാത്രിയിൽ നിർബന്ധമായി സദക്ക ചെയ്യാൻ ഉപകരിക്കണം. ഈ രാത്രിയിൽ നിർബന്ധമായി ഒരു തസ്ബീഹ് ചെല്ലാനുള്ള സമയം കണ്ടെത്തണം. ഈ രാവിലെ നിർബന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ സമയം കണ്ടെത്തണം. ഈ രാവിലെ സ്വലാത്ത് ചെല്ലാൻ സമയം കണ്ടെത്തണം. ഈ രാവിലെ ദിക്റുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഈ രാവിലെ ജീവസുറ്റതാക്കാൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ സ്വർഗപ്രവേശന നിദാനമാണ് ഈ രാത്രിയിൽ. അത്രയേറെ ശ്രേഷ്ഠമായ രാവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.